والسلام على من لا نبي بعده. صحيح ترغيب وترهيب كتاب الصدقات له أرتفصل الترهيب من منع الزكاة وما جاء في زكاة الحلي. സക്കാത്ത് നൽകാതിരിക്കുന്നത് അതിൻ്റെ ഗൗരവത്തെ അറിയിക്കുന്നതും അതുപോലെ ആഭരണങ്ങളുടെ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളുടെ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദത്തിൻ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ. ഒരു സ്വർണമോ വെള്ളിയോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അത് സക്കാത്ത് നൽകേണ്ട അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അവനെ സക്കാത്ത് നൽകിയിട്ടില്ല എങ്കിൽ ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമ സുഫിഹത് ലഹു സഫാഇഹു മിൻ നാരിൻ. നാളെ പരലോകത്ത് അവന് ആ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടൊക്കെ എന്തുണ്ടാക്കപ്പെടും? ഓരോ ഫലകങ്ങൾ ഉണ്ടാക്കപ്പെടും. ഫൗഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നം ഫയുക്വ ബിഹാ ജംബുഹു വജബീനുഹു വദഹ്റുഹു. ആ ഫലകങ്ങൾ നരകത്തിലെ തീയിലിട്ട് ചൂടാക്കിയിട്ട് അതവൻ്റെ പാർശ്വത്തിലും അവൻ്റെ നെറ്റിയിലും അവൻ്റെ മുതുകിലൊക്കെ വെച്ച് പഴുപ്പിക്കുന്നതാണ്. കുല്ലമാ ബറദത് ഉഈദത് ലഹു. അത് തണുത്തു പോകുമ്പോൾ വീണ്ടും അതുപോലെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഫീ യൗമിൻ കാന മിഖ്ദാറു 50,000 സന. അവിടുത്തെ ഒരു ദിവസം എന്നുള്ളത് ദുനിയാവിലെ 50,000 വർഷത്തിന് തുല്യമാണ്. അത്രയും കാലം അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എത്ര വരെ? ഹത്താ യുഖ്വാ ബൈനൽ ഇബാദ് ഫയറാ സബീലഹു ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ. അടിമകൾക്കിടയിൽ വിധി നടപ്പിലാക്കിയിട്ട് അവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് അവൻ നോക്കിക്കാണുന്നത് വരെ, അതുവരെ ആ വിചാരണ കഴിഞ്ഞ് ആ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് വരെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അല്ലെങ്കിൽ സമ്പത്തിൻ്റെ സക്കാത്ത് നൽകാത്തവൻ്റെ മേലെ ഈ വെച്ച് പൊള്ളിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബികൾ ചെയ്ത് ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് ഫൽ ഇബിൽ. അപ്പോൾ ഒട്ടകത്തിൻ്റെ സക്കാത്ത് നൽകാത്തവൻ്റെ അവസ്ഥ എന്താണ്? ഒട്ടകത്തിൻ്റെ സക്കാത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടകത്തിൻ്റെ നൽകാത്തവൻ്റെ എന്താണ്? ഖാല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ സാഹിബു ഇബിലിൻ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ വമിൻ ഹഖ്ദിഹാ ഹലബുഹാ യൗമ ബിദ്ദിഹാ. ആരാണോ ഒരു ഒട്ടകത്തിൻ്റെ വ്യക്തി, അവൻ അതിനുള്ള സക്കാത്ത് നൽകുന്നില്ല, അതുപോലെ അതിൽ നിന്ന് ലഭിക്കുന്ന പാല് അതിനുള്ളത് നൽകുന്നില്ല. ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമ ബുതിഹ ലഹാ ബുഖാഅ ഖർഖറിൻ ഔ ഫറമാ കാനത്. അന്ത്യ നാളിൽ വിശാലമായിട്ടുള്ള ഒരു പ്രദേശത്ത് അവൻ്റെ ആ സക്കാത്ത് നൽകാതിരുന്ന എല്ലാത്തിനെയും കൊണ്ടുവരും. ലാ യഫ്ഖിദു മിൻഹാ ഫസീലൻ വാഹിദൻ. അതിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ഒന്നിനെ ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. തതഉഹാ ബിഅഖ്ഫാഫിഹാ വതഅബ്ബുഹാ ബിഅഫ്വാഹിഹാ. അങ്ങനെ ആ പ്രദേശത്ത് ഇവനും ഉണ്ടാകും. ഇവൻ്റെ ശരീരത്തിലൂടെ ആ ഒട്ടകങ്ങളെല്ലാം ചവിട്ടി പോകുന്ന, ഒട്ടകങ്ങളെല്ലാം അവരുടെ വായ കൊണ്ട് കടിക്കുന്ന അവസ്ഥയുണ്ടാവും. കുല്ലമാ മർറ അലൈഹി ഊലാഹ റുദ്ദ അലൈഹി ഉഖ്റാഹ. അതവർ എത്രയാണ് ഒട്ടകങ്ങളത്, അതിൽ ആദ്യത്തേത് പോയി കഴിഞ്ഞാൽ അങ്ങനെ കറങ്ങി വന്ന് വീണ്ടും അവസാനത്തേതാകുമ്പോൾ വീണ്ടും അത് ആദ്യം വന്നിട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഫീ യൗമിൻ കാന മിഖ്ദാറു 50,000 സന. ഒരു ദിവസം എന്നുള്ളത് 50,000 വർഷം പോലെയുള്ള അവിടെ വെച്ച്. ഹത്താ യുഖ്വാ ബൈനൽ ഇബാദ് ഫയറാ സബീലഹു ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ. സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് അവൻ അറിയുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഖീല യാ റസൂലല്ലാഹ് ഫൽ ബഖർ വൽ ഗനം. അപ്പോൾ റസൂലേ, ഈ ആടുമാടുകൾ അവരുടെ സക്കാത്ത് നൽകാത്തവരോ? ഖാല വലാ സ്വാഹിബു ബഖറിൻ വലാ ഗനമിൻ. പശുവിൻ്റെയോ അല്ലെങ്കിൽ ആടിൻ്റെയോ സക്കാത്ത് നൽകാത്ത ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമത്തി ബുതിഹ ലഹാ ബഖാഇൻ ഖർഖറിൻ ഔ ഫറമാ കാനത് ലാ യഫ്ഖിദു മിൻഹാ ഷൈഅൻ. നേരത്തെ പോലെ ഇവനെയും ആ ജീവജാലങ്ങൾ അഥവാ ആടിനെയും ആടും ഒക്കെ ഒരു വിശാലമായ പ്രദേശത്ത് വരും. ലൈസ ഫീഹാ അഖ്സാഉ വലാ ജൽജാഉ വലാ അബ്ബാഹു തൻതഹു ബിഖുറൂനിഹാ വതതഉഹു ബിഅദ്ലാഫിഹാ. അതിൽ ഓരോ ജീവിയും അത് ചിലപ്പോൾ കൊമ്പ് ചുരുണ്ട് കിടക്കുന്നതുണ്ടാവും, കൊമ്പ് പൊട്ടിപ്പോയതുണ്ടാവും, കൊമ്പില്ലാത്തതുണ്ടാവും. പക്ഷെ എല്ലാതും അവൻ്റെ ഉള്ള കൊമ്പിൻ്റെ ഭാഗം കൊണ്ട് അവനെ കുത്തി മുറിവേൽപ്പിക്കുകയും അവൻ്റെ മേലെ ചവിട്ടി പോകുന്ന അവസ്ഥയും ഉണ്ടാവും. കുല്ലമാ മർറ അലൈഹി ഉലാഹ റുദ്ദ അലൈഹി ഉഖ്റാഹ. അതിൽ ആദ്യത്തേത് ഒരു റൗണ്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് വീണ്ടും തുടങ്ങും. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന
حتى يقضى بين العباد فيرى سبيله إما إلى الجنة وإما إلى النار. നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എങ്ങോട്ടാണെന്ന് അറിയുന്നത് വരെ 50,000 വർഷം ഇവിടുത്തെ 50,000 വർഷം ഒരു ദിവസമായിട്ടുള്ള പരലോകത്ത് തുടർന്നുകൊണ്ടേയിരിക്കും. ഖൈല, അപ്പോൾ വീണ്ടും ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് ഫൽ ഖൈലു, റസൂലേ അപ്പോൾ കുതിരയുടെ വിഷയത്തിലോ? കുതിരക്ക് സക്കാത്ത് നിർബന്ധമല്ല, കുതിരയുടെ കാര്യം എങ്ങനെയാണ് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖൈലു സലാസത്തുൻ, കുതിരയുടെ വിഷയത്തിൽ 3 അവസ്ഥയാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക. ഹിയ ലിറജുലിൻ വിസ്റുൻ, അതൊരു വ്യക്തിക്ക് ഒരു പാപമായി തീരുന്ന അവസ്ഥയുണ്ട്. വഹിയ ലിറജുലിൻ സിത്റുൻ, അവനൊരു മറയായി തീരുന്ന അവസ്ഥയുണ്ട്. വഹിയ ലിറജുലിൻ അജ്റുൻ, അവനൊരു പ്രതിഫലമായി ലഭിക്കുന്ന അവസ്ഥയുമുണ്ട്. ഫമല്ലതി ഹിയ ലഹു വിസ്റുൻ, അവനൊരു പാപവും കുറ്റമായി തീരുന്നത്. ഫറജുലൻ റബതഹ റിയാഅൻ വഫഖറൻ വനിവാഅൻ ലിഅഹ്ലിൽ ഇസ്ലാം ഫഹിയ ലഹു വിസ്റുൻ, ഒരുവൻ അവന്റെ കുതിരയെ ആളുകൾക്ക് മുമ്പിൽ റിയാ ആയിക്കൊണ്ട് പെരുമ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള മുസ്ലിമീങ്ങളെ താഴ്ത്തി കാണാൻ വേണ്ടിയിട്ട് ആ നിലയ്ക്കൊക്കെയാണ് അവനൊരു കുതിരയെ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് അവനൊരു കുറ്റമായിട്ടുണ്ടാകും. വമ്മല്ലത്തി ഹിയ ലഹു സിത്റുൻ, അവനൊരു മറയാകുന്നത് എന്ന് പറഞ്ഞാൽ ഫറജുലൻ റബതഹ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനും മറ്റും പോകാൻ വേണ്ടി അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ثم لم ينس حق الله في ظهورها ولا رقابها فهي له ستر, ആ കുതിരയുടെ മേലെയുള്ള അള്ളാഹുവിന്റെ അവകാശം അവൻ മറക്കാതെ, ആ പെരുമയെ മറ്റൊന്നും കാണിക്കാതെ അവൻ അതിനെ കൊണ്ടു നടക്കുന്നു, അത് അവനൊരു മറയായിരിക്കും പരലോകത്ത് ശിക്ഷയിൽ നിന്നും. വമ്മല്ലത്തി ഹിയ ലഹു അജ്റുൻ, പ്രതിഫലമുള്ളത് എന്ന് പറഞ്ഞാൽ ഫറജുലുൻ റബതഹാ ഫീ സബീലില്ലാഹി ലിഅഹ്ലിൽ ഇസ്ലാം, ഒരാൾ അവന്റെ കുതിരയെ ഇസ്ലാമിന് വേണ്ടിയിട്ട്, അഥവാ മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ അവർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നിലക്ക് പൊതുവായിട്ട് അവൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഫി മർജിൻ ഔ റൗദത്തിൻ ഫമാ അക്ലത് മിൻ ദാലിക്കൽ മർജ് ഔ റൗദത്തി മിൻ ഷൈഇൻ ഇല്ലാ കുതിബ ലഹു അദദ മാ അക്ലത് ഹസനാത്ത്, അവൻ ഏതെങ്കിലും ഒരു തോട്ടത്തിലോ അല്ലെങ്കിൽ പുൽമേടിലോ ഒക്കെ നിർത്തിയിട്ടിരിക്കുകയാണ്. ആ പുൽമേടിൽ നിന്ന് അത് കഴിക്കുന്ന എന്ത് കഴിച്ചാലും അതിനൊക്കെ അവന് പ്രതിഫലം ഉണ്ടാകും. വകുതിബ ലഹു അദദ അർവാസിഹാ വഅബ്വാലിഹാ ഹസനാത്ത്, ആ കുതിര കാഷ്ടിക്കുന്ന മൂത്രിക്കുന്നതിനൊക്കെ അവന് പ്രതിഫലം ഉണ്ടാകും. വലാ തഖ്തഉ തിഅലഹാ ഫസ്തന്നത് ശറഫൻ ഔ ശറഫൈൻ ഇല്ലാ കുതിബ ലഹു അദദ ആഥാരിഹാ വഅർവാസിഹാ ഹസനാത്ത്, ആ കുതിര ഏതൊരു ഉയരം കയറിപ്പോയാലും ആ കുതിരയുടെ കാലടിപ്പാടിനും ആ നടക്കുന്നതിനും അത് കാഷ്ടിക്കുന്നതിനും എല്ലാം അവന് പ്രതിഫലം ഉണ്ടാകും. വലാ മർറ ബിഹാ സാഹിബുഹാ അലാ നഹ്രിൻ ഫശരിബത് മിൻഹു, അതിന്റെ ആ ഉടമസ്ഥൻ അതിനെ കൊണ്ട് ഒരു അരുവിയിലൂടെ പോവുകയാണ് കുതിരനെ കൊണ്ട്. വലാ യുരീദു അൻ യസ്ഖിയഹ, അവൻ അതിനെ വെള്ളം കുടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ പോകുന്ന വഴിക്ക് അതിൽ നിന്ന് ആ കുതിര വെള്ളം കുടിക്കുന്നുണ്ട്, അവൻ ഉദ്ദേശിക്കാതെയും. ഇല്ലാ കതബല്ലാഹു തആല ലഹു അദദ മാ ശരിബത് ഹസനാത്ത്, അതെത്ര വെള്ളം കുടിക്കുന്നുവോ അതിനൊക്കെ അവന് നന്മ രേഖപ്പെടുത്തും എന്ന് പറയും. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുമ്പോൾ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവനൊരു കുതിരയെ അവൻ മാറ്റിവെക്കുകയാണെങ്കിൽ ഈ തരത്തിൽ അതിന്റെ എല്ലാ കാര്യത്തിനും പ്രതിഫലം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഖീല, അപ്പോൾ വീണ്ടും ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് ഫൽ ഹുമുർ, അപ്പോൾ റസൂലെ കഴുതയുടെ സക്കാത്തോ, കഴുതയുമായി ബന്ധപ്പെട്ടിട്ടോ പിന്നെ അത് ചോദിച്ചു. ഈ നേരത്തെ സക്കാത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുതിരയ്ക്ക് സക്കാത്തില്ല, അതുപോലെ കഴുത, അപ്പൊ കഴുതയുടെ കാര്യം എന്തായിരിക്കും? ഖാല മാ ഉൻസില അലയ്യ ഫിൽ ഹുമരി ഇല്ലാ ഹാദിഹിൽ ആയത്തുൽ ഫാദിത്തുൽ ജാമിഅ, കഴുതയുടെ വിഷയത്തിൽ പ്രത്യേകമായിട്ടൊന്നും എനിക്ക് അറിയിക്കപ്പെട്ടിട്ടില്ല, ഇറക്കപ്പെട്ടിട്ടില്ല, ഈ പൊതുവായിട്ടുള്ള ആയത്തല്ലാതെ. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്, ആരാണോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്യുന്നത് അത് അവനുണ്ടാകും, തിന്മ ചെയ്തത് അതും അവൻ കണ്ടെത്തുമെന്നുള്ള ആയത്ത് പാരായണം ചെയ്തു. അപ്പോൾ ഈ ഒരു ഹദീസിൽ, വലിയൊരു ഹദീസിൽ സക്കാത്ത് നൽകാതെ അത് തടഞ്ഞു വെക്കുന്നവന് നാളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അല്ലെങ്കിൽ വിചാരണ നടന്നു തീരുന്നത് വരെ അവൻ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ഓരോ തരത്തിലുള്ള ശിക്ഷയാണ്. സ്വർണം വെള്ളി എന്നുള്ളത് സമ്പത്തിന്റെ പൊതുവായിട്ടുള്ള രീതിയിലുള്ളത് അതവന്റെ മേത്ത് ചുട്ടുപൊള്ളിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവും. ഒട്ടകങ്ങളാണെങ്കിൽ അതവനെ ചവിട്ടി അവനെ കടിക്കുന്ന ആ ഒരു അവസ്ഥ തുറന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പശു ആട് ആണെങ്കിൽ അതിന്റെ കൊമ്പ് കൊണ്ട് കുത്തുന്ന അതുപോലെയുള്ള കാര്യമായിരിക്കും. അപ്പോൾ സക്കാത്ത് തടയുക എന്നുള്ളത് വലിയ കുറ്റമുള്ള ഗൗരവമുള്ള കാര്യമാണ് എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. പറയും ഹദീസുകൾ ഈ ബാബിൽ വരുന്നുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.